ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ളോഗ്സ്. അപ്പോൾ അഗോഡ ഫോർട്ടിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളിനി ബോട്ടിങ്ങിന് പോവാണ്. ഈ ഒരു ബോട്ടിങ്ങിന് ഡോൾഫിൻ ട്രിപ്പ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ബോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് 350 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഫുൾ ചാർജാണ് ഇവർ മേടിക്കുന്നത്. അപ്പോൾ ഇതവിടെ കുറേ ബോട്ടുകളുണ്ട്. കുറച്ച് പേരൊക്കെ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. കുറച്ച് പേരൊക്കെ പോകാൻ വേണ്ടി ബോട്ടിൽ കയറുന്നു. നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഇപ്പോൾ ഈ കരയ്ക്കോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഭയങ്കര പേടിയുള്ള കാര്യമാണ്. സെറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനും അവളുടെ കൂട്ടത്തിൽ പോവുകയാണ്. അപ്പോൾ അവളങ്ങനെ ആദ്യം ബോട്ടിലേക്ക് കയറി നേരെ ഫ്രണ്ടിലെ സീറ്റ് തന്നെ പിടിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. പിന്നെ നമ്മളിപ്പം 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെയും കുറച്ച് ആളുകൾ കൂടി വന്നാൽ മാത്രമേ ഇവരിവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 പേരും കൂടെ വന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിങ് ഇവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. സേറയാണെങ്കിൽ ഡോൾഫിനെ കാണാനുള്ള ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം ഡോൾഫിനെ കാണാൻ പറ്റുകയില്ലേ എന്നൊക്കെ ഉള്ളത്. 2 സൈഡിലായിട്ട് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ബംഗ്ലാവ്, അതുപോലെ തന്നെ ഇവിടുത്തെ ജയിൽ ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിനെ കഴിഞ്ഞും കൂടുതൽ ചൂടാണ് ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. ക്യാമറയിൽ കാണുന്നതിനെ കഴിഞ്ഞും ഭംഗിയാണ് ഈ വ്യൂ ഒക്കെ നേരിട്ട് കാണാൻ. കരയിലൊക്കെ നല്ല വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ. പക്ഷെങ്കിൽ ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ഈ വെയിലിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമ്മളിത് 2ാമത്തെ തവണയാണ് ഗോവയിൽ വരുന്നത്. ആദ്യം വന്നത് 2020-ലായിരുന്നു. അന്ന് സേറയ്ക്ക് ഒരു 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്ന് വന്ന സമയത്ത് ഇതുപോലെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് മോനൊക്കെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ സ്കൂബ ഡൈവിനൊന്നും പോകുന്നില്ല, അതിനുള്ള ടൈമില്ല നമുക്ക്. അന്ന് സേറ കൊച്ചായിരുന്നതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല എനിക്കാണെങ്കിലും. അതുകൊണ്ടാണ് ഇത്തവണ വീണ്ടും ഗോവയിലേക്ക് തന്നെ വന്നത്. ഏകദേശം സൺസെറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകാനുണ്ട് ഡോൾഫിനെയൊക്കെ കാണുന്ന ആ സ്ഥലത്തേക്ക്. കുറച്ച് മുമ്പിലായിട്ട് ഒരു ഷിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അതിനടുത്തേക്ക് നമ്മൾ പോകുമെന്ന് തോന്നുന്നു. നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് വേറൊരു ബോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഈ ഡോൾഫിനെ കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ലക്ഷറി ബംഗ്ലാവ്. ഇതിൻ്റെ പേര് പലാസിയോ അഗ്വാഡ എന്നാണ്. ഒരു കടലിന് അഭിമുഖമായിട്ടുള്ളൊരു മലയിലാണ് ഈ ബംഗ്ലാവ് നിൽക്കുന്നത്. ഏകദേശം 5 ഏക്കറിലാണ് ഈ ഒരു ബംഗ്ലാവ് ഉള്ളത്. വലിയ ഒരു കേവും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. ഇതിൽ വലിയ തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് ഈ ബംഗ്ലാവിൻ്റെ പരിസരത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ ഇത് സ്വന്തമാക്കിയിരിക്കുന്ന 8 കോടി രൂപ കൊടുത്തിട്ടാണ്. മുംബൈയിലുള്ളൊരു വ്യവസായിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പം നമ്മളെ കൊണ്ടുവന്ന ബോട്ടിലെ ആളാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് അഗോഡ സെൻട്രൽ ജയിൽ. 2015 വരെ ഇത് ജയിലായിരുന്നു. അതിനുശേഷം റെനോവേഷൻ നടത്തിയിട്ട് 2021 മാർച്ച് മുതൽ ഇത് ടൂറിസ്റ്റുകൾക്കുള്ളൊരു മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ആ ഒരു ജയിലിൻ്റെ ആ ഭാഗവും ആ ഒരു ബംഗ്ലാവിൻ്റെ ഭാഗവും അഗോഡ ഫോർട്ടും ഒക്കെ. തമിഴ് സിനിമയായ ഡോക്ടറൊക്കെ ഷൂട്ട് ചെയ്ത് അഗോഡ ഫോർട്ടിൻ്റെ അവിടെയാണ്. ഇനിയാണ് നമ്മൾ ഡോൾഫിനെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ബോട്ടുകളും ഇങ്ങനെ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ടുണ്ട്. കാരണം ഇവിടെയാണ് ഡോൾഫിനെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ 2-3 തവണ കണ്ടു, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ ഇനിയുള്ളത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണേ. ആ കാണുന്ന ബ്ലൂ കളർ ബോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഡോൾഫിനെ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഏതായാലും കേട്ടോ. അപ്പം നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് പിന്നെയും വീഡിയോ എടുക്കുന്നത്. അപ്പം നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ആ പൊങ്ങി ചാടുന്ന കണ്ടോ, അതാണ് ഡോൾഫിൻ. അപ്പോൾ നമ്മൾ കുറേ വട്ടം കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് 350 രൂപ കൊടുത്ത് വന്നത് ഒട്ടും നഷ്ടമായില്ല. നമുക്ക് നല്ലപോലെ ഡോൾഫിനെ കാണാൻ പറ്റി. കണ്ടോ, ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റി. എനിക്കത് നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ ഈ ഡോൾഫിൻ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.